ഹായ്, ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ്. അതായത് ഒരു മരത്തുമ്പിൽ എങ്ങനെ ഏർമാടം കെട്ടാമെന്നുള്ളതാണ്. ആ കാണുന്ന മരം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഏർമാടം കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നമുക്ക് വീഡിയോയിലാണ് കാണാം. ഏർമാടത്തിനുള്ള പ്ലാനിങ് ആണ് ഇവിടെ ഇറക്കണത്. പറഞ്ഞോ. ഇതാണ് നമ്മളെ 2 മരത്തിൻ്റെ കൊത. നമ്മൾ ഒരു ഫ്രെയിം ഇങ്ങനെ ഇടും, ഈ 2 കൊതയൊക്കെ ഇടും. അപ്പോൾ എന്തായി, ഒരു ഫ്രെയിമായി. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊന്നും ഇടും. സപ്പോർട്ട് ചെയ്ത് സെൻറ്ററിലാണ് ഈ സാധനം നിൽക്കുന്നത്. ഇതും ഇതേമാതിരി ഒന്ന് അങ്ങോട്ട് ഇടുക. അപ്പോൾ എന്തായി, 1 2 3 ആയി. എന്നിട്ട് ഈ തുഞ്ചത്ത് അടിയിൽ നിന്ന് കുത്തു കൊടുത്തിട്ട് ഇവിടെ 4 ഫ്രെയിം. ഈ 4 സ്ഥലമല്ലേ, അത് അടിയിൽ നിന്ന് കുത്തു കൊടുത്തിട്ട് സപ്പോർട്ടാക്കി കിട്ടും. എന്നിട്ട് ഫുള്ള് പാത്തിയിടും. പാത്തിയിട്ടിട്ട് ഇവിടുന്ന് ഒരു കോഴി നിറവും. കോഴിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, നിറവിൽ മരം ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടാണ്ട് പന്തലിടും. നമ്മൾ പ്ലാനിങ്. അപ്പോൾ നമ്മൾ ഏർമാടം കെട്ടാനുള്ള ഓരോ സാമഗ്രികൾ എത്തിയിട്ടുണ്ട്. മഴു, കയറ്, പിന്നെ എന്തൊക്കെയാണ് ദാർപ്പായി, അങ്ങനെ എല്ലാം ഉണ്ട്. ഓരോന്നും ഫോട്ടോസിനെ സാധനം കയറ്, കെട്ടാനുള്ള കയറാണ് ഓരോന്ന്. കടകൊണ്ടോ ദാർപ്പായാണ് മുകളിൽ, ഏർമാടത്തിൻ്റെ മുകളിലിടാൻ. നമ്മുടെ ഒരു വെട്ടത്തിൻ്റെ ഒരു അരി. നമ്മുടെ കിണറിൻ്റെ ഒരു ഇതാണ് കപ്പി. നമ്മൾ മരങ്ങളിൽ നിറവ് കയറ്റാൻ വേണ്ടി കപ്പിയുണ്ട്, കയറുണ്ട്. ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നമുക്ക് രാത്രി അവിടെ വർക്ക് എടുക്കുന്നത് ഏറ്റവും അതിനായിട്ട് നമ്മൾ സമയം കണ്ടുപിടിച്ചത്. അടിപൊളി തന്നെ ഒരു പവർ ബാങ്കിന് പ്ലേറ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഏർമാടം വെക്കാൻ അത്യാവശ്യമായിട്ടുള്ളത്. സാധനങ്ങളായിട്ട് നമുക്ക് എത്തിയിട്ട് ബാക്കി ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാനിങ് ഇവിടെ നടക്കുന്നുണ്ട്. ആ കാണുന്ന മരം ഉണ്ടല്ലോ, അതിവിടെ എങ്ങനെ ഈ കാണുന്ന മരം എത്തിച്ചാന്നുള്ളതാണ്. എല്ലാവരും നല്ല ടെൻഷനാണ്. കാരണം ഈ കാണുന്ന മരം എങ്ങനെയെങ്കിലും അതിൻ്റെ നുറുക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ എല്ലാവരും. പിന്നെ ഇവിടുന്ന് ഇടത്തോട്ട് നോക്കുകയാണെങ്കിൽ 2 സുഹൃത്തുക്കളുണ്ട് അവിടെ. ഓരോ നല്ല ആലോചനയാണ്, എന്ത് ചെയ്യുന്നൊരു പിടുത്തെങ്കിലുമില്ല. അത് നമ്മൾ മരത്തുമ്മ കയറുക കേട്ടോ. ഒരുത്തം നെറുവ് കയറുക, എന്നിട്ട് കപ്പിടുക. ആ കപ്പി എടുത്തിട്ട് ഈ മരം കയറ്റുക ആദ്യം. അസലെ പതുക്കെ കയറിക്കട്ടോ. അപ്പൊ നമ്മൾ ചെക്കൻ നെറുവിലെത്താനായി. അസലെ നോക്കിട്ടാ, നോക്കിക്കാ. അസല എങ്ങനെ ഉണ്ട് അവിടെ? പൊളിയാ. അപ്പോൾ നമ്മൾ ചെക്ക അതിൻ്റെ നെറുവിലെത്തിക്കണം. ഇനി ബാക്കിയുള്ള ഇനി അവിടെ എത്തിയിട്ട് ഈ മരം കയറ്റണം. അതാണ് ഭയങ്കര ടാസ്ക്. ഇനി കപ്പി കെട്ടണം. ആ കപ്പി കെട്ടിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാൻ. കപ്പി പറഞ്ഞാൽ ഓൻ്റെ വീട്ടിലത്തെ കപ്പി തന്നെ കേട്ടോ, കിണറ്റിൻ്റെ കപ്പി ഊരി പോകുന്നതാണ്.
അപ്പോൾ ഈ കാണുന്ന മരം നമ്മൾ നെറൂക്ക് എങ്ങനെയെങ്കിലും എത്തിച്ചേരണം. അതിലുള്ള പരിപാടി. അതിന് നെറൂല് ഇതാ കപ്പി കെട്ടിക്കണ്. ഒരുത്ത നെറൂലുണ്ട്, ബാക്കി രണ്ടാളുടെ അടിയിലുണ്ട്, പിന്നെ അത് അവിടുത്തെ ഒരുത്തുണ്ട്, വേറെ ഒരുത്ത ഇവിടെ ഉണ്ട്. ഇതാ മരം കയറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അത്യാവശ്യം നല്ല റിസ്ക്കുള്ള പരിപാടി കേട്ടോ. റിസ്ക് എടുത്താലേ റിസ്ക് തിന്നാറിന് അതിരി കയറൂലേ. നമ്മൾ മരം അടത്തിയിരിക്കുന്നു. ഇതിപ്പേ ഒരാഴ്ച ജിമ്മിനൊന്നും പോകേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഒരാഴ്ച ജിമ്മിനൊന്നും പോകേണ്ട ആവശ്യമുള്ളവരെ ഇത്ര നല്ല ടാസ്ക് ഉണ്ടല്ലേ മരം കയറ്റാൻ. മരം അടിക്ക് നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇത് മരത്തിന്റെ മേലേക്ക് മരം കയറ്റണം. നമ്മൾ ഫുള്ള് വെറൈറ്റി അല്ലേ. അപ്പോൾ ഗൈസ് നെറൂല് ഒരാളെ കൊണ്ട് മാത്രം ആ മരം പിടിച്ചിട്ടാണ് അതേപോലെ മരം സെറ്റാക്കാനൊന്നും കഴിയില്ല. അപ്പോൾ നെറുക്ക് കയറ്റിക്കൊണ്ടൊക്കെയാണ്. അതാണ് ആ വൽക്കൽ. ഇവനും മരത്തുമ്പോൾ കയറിയിട്ട് വലിയ പരിചയമൊന്നുമില്ല. എന്നാലും കയറുണ്ട്, പക്ഷേ അവിടെ എത്തുന്നില്ല, എത്തി കിട്ടണില്ല അങ്ങോട്ട്. എന്താടാ കയറിയിട്ട് എത്തുന്നില്ലല്ലോ. അപ്പൊ ഇവന്റെ പരാജയപ്പെട്ടിട്ട് ഇവന് കയറാൻ പറ്റില്ല. ഞാൻ അടുത്ത ആളെ ശ്രമിക്കുന്നുണ്ട്. ആസിക്കച്ച് കയറിയാ അങ്ങനെ എടുത്തോടാ. രണ്ടാമത്തെ ആൾ നോക്കട്ടെ. അപ്പോൾ ഇപ്പോഴത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ മരത്തുമ്പോൾ കയറാനില്ലായിട്ട് ഒരു എഗ്ഗ് ഉണ്ടാക്കുകയാണ്. അതായത് 2-3 കവുങ്ങ് വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിന് കയറാൻ ഭാഗത്തിന് ഒരു സാധനം ഉണ്ടാക്കുകയാണ്. ഏകദേശം അതിൻ്റെ പണി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ടുള്ള പരിപാടി പറഞ്ഞാൽ ഇനി നെറൂക്കെത്തിക്കുക, പിന്നെ ഒരു മരം കയറ്റാണ്ട്. ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ മരം കയറ്റൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ മരത്തിന് നെറൂലെത്തിക്കുന്നുണ്ട്, കയറി പറ്റി എത്തിക്കണം ഏകദേശം. അപ്പോൾ ഇതിൻ്റെ നെറൂത്തെ വ്യൂ ഒന്നുകൂടി വരുത്തി കയറണ്ട, കഴിഞ്ഞിട്ട് കാട്ടിത്തരാം. ഇതാണ് ഇപ്പൊ നമ്മള് അതെ മെയിൻ സപ്പോർട്ടും ഈ ഒരൊറ്റ ഫ്രെയിമും ആണ്. അപ്പൊ നമുക്ക് തടസ്സമുള്ള ചുള്ളികൾ മാത്രമാണ് നമ്മൾ വെട്ടാൻ വിചാരിക്കുന്നത്. അല്ലാതെ എല്ലാ ചുള്ളികളും നമ്മൾ വെട്ടണില്ല. വെറുതെ പ്രകൃതി നമ്മൾ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ആവശ്യമില്ല, നമുക്ക് തടസ്സങ്ങളില്ല ചുള്ളികൾ മാത്രമാണ് നമ്മൾ. അപ്പൊ ഇതാണ് ഇതിന്റെ നെറൂത്ത വ്യൂ പറഞ്ഞാല് അടിക്ക് ഈ കാണാണ്. അപ്പൊ ഏകദേശം നെറൂത്ത പരിപാടി കഴിഞ്ഞ് ഈ ഒരു തൂണുണ്ടല്ലോ ഈ ഇരിക്കണേ, ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സാധനം. ഇത് നേരെ അടിക്ക് നോക്കിയാലേ വ്യൂ ഇതാണ് കാണുന്നത്. എല്ലാ ഹൈറ്റിലാണ് ഇപ്പൊ നമ്മള് ഈ ഒരു ഏർമാടം ഉണ്ടാക്കുന്നത്. പിന്നെ എങ്ങനെ ഇതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവസരം എങ്ങനെ പറഞ്ഞത്? പ്ലാനിങ് എന്ന് ഉദ്ദേശിച്ചാല് നമ്മളിപ്പോ എന്താണ് ഉദ്ദേശിച്ച പ്ലാനിങ് എന്ന് പറഞ്ഞാൽ, അതായത് ഇത് ഇപ്പൊ ഒരു തൂണ് വെച്ച് നമ്മള് ഇനിയിപ്പോ അടുത്ത പ്ലാനിങ് പറഞ്ഞാൽ അതൊന്ന് വിശദീകരിച്ചാൽ മതി. അടുത്ത പ്ലാനിങ് എന്ന് പറഞ്ഞാല് നമ്മള് ഇതാണ് നമ്മുടെ മെയിൻ തൂണ്. ഇതിമന്ന് ഇവിടുന്ന് ഇത് സെൻട്രലാക്കിയാണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഒരു
വെക്കും, ഒരു കാല് വെക്കും. എന്നിട്ട് അതേമാതിരി അവിടെയും വെക്കും. അതായത് നമ്മൾ ദമ്മിൽ കെട്ടിയാണ്ട് നമ്മളെന്ത് ചെയ്യും, ആ തുഞ്ചത്ത് 2 കാലും കൂടി വെക്കും. അതായത് ഇതേമാതിരി സാധനം അവിടെയും വെക്കും, അതേമാതിരി ആ 2 കാലും അവിടെയും വെക്കും. എന്നിട്ട് നമ്മൾ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ സാധനം ഉണ്ടല്ലോ കൊത കാണിച്ചെടുക്കും. ഈ കൊതന് നേരെ നമ്മള് ആ തുഞ്ചത്തിലതില്ലേ, തുഞ്ചത്ത് വരുന്ന അതിമക്ക് സപ്പോർട്ടായിട്ട് നമ്മൾ കൊടുക്കും. അതേമാതിരി ആ കൊത ഉണ്ടല്ലോ, ആ കൊതേന്ന് അതേമാതിരി അങ്ങോട്ടും സപ്പോർട്ടായിട്ട് കൊടുക്കും. അപ്പൊ നമ്മള് ഇവിടെയാണ് നമുക്കൊരു ചെറിയൊരു പ്രശ്നം വരുന്നത്, ഈ സൈഡ് മാത്രം. അവിടെ നമുക്ക് അയിമക്ക് കെട്ടാം, അത് സീനില്ല. പക്ഷെ ഈ സൈഡ് നമുക്ക് ഒരു പ്രശ്നമാണ്. നമ്മളെന്ത് ചെയ്യും, നെറുവുന്നുണ്ടല്ലോ, ഒരു നല്ല തടിയിലെ കയറ് തൂക്കിയിടും. എന്നിട്ട് അതിന്മേലാണ് ബാലൻസ് കൊടുക്കുന്നത്. എന്നിട്ട് ആ സൈഡ് നമ്മൾ അയിമ ബാലൻസ് കൊടുക്കാം. ഇതാണിപ്പോൾ ഫ്രെയിമിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ അതേ കേസ് നമ്മൾ ഇത് എന്തുകൊണ്ടാണ് കെട്ടണമെന്നറിയോ, നമുക്കിതിൽ ഒരു ഇല പോലും നമ്മൾ നഷ്ടപ്പെടുത്താതെ കഴിവിൻ്റെ പരമാവധി നമ്മൾ നമുക്ക് ഈ എല്ലാ ഇലകളും നമുക്ക് എന്താണ് ശരിക്കും ഇത് വെട്ടണം, ഒഴിവാക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്, സാധനം നമുക്ക് കയറ്റാതിനൊക്കെ ഭയങ്കര. അത് നമ്മൾ ഇങ്ങോട്ട് ചേർത്ത് ഇങ്ങോട്ട് കെട്ടുകയാണ്. അപ്പോൾ ഗായ്സ് നമ്മൾ എന്താ വെച്ചാൽ ഒരു ഇല പോലും നമ്മൾ ഇതിൽ കളയണില്ല. എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വരെ നമുക്ക് ശുദ്ധവായു പോലും മര്യാദക്ക് കിട്ടാത്തൊരവസ്ഥയാണ്. നമ്മളിപ്പോൾ വാർത്തയിലും ടി വിയിലൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രകൃതിക്ക് ഉപദ്രവമില്ലാത്ത കോലത്തിലാണ് നമ്മൾ ഈ ഒരു ഏർമാടം കെട്ടുന്നത്. ഒക്കെ എല്ലാ ശിഖരങ്ങളൊക്കെ നമ്മൾ വലിച്ചു കെട്ടിക്കാണ്, കാരെടുത്താണ് വലിച്ചു കെട്ടിക്കാണ്. മാക്സിമം നമ്മൾ ഇലകളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചേക്കാണ്. കാരണം ഇതിൻ്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി കിട്ടണമെങ്കിൽ നമുക്കൊരു കാടിൻ്റെ അറ്റ്മോസ്ഫിയർ ഇതിൽ ഫീൽ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും തന്നെ ഒഴിവാക്കിയിട്ടില്ല. ഇതിപ്പോൾ പറഞ്ഞാൽ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതാ ഡീക്കില്ലതാണ്. പിന്നെ സൈഡ് വ്യൂ പറഞ്ഞാൽ അങ്ങോട്ട് അടിപൊളിയാണ്, ഒന്നൊന്നര രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ സൈഡത്തെ ഒരു മരമുണ്ട്, ഒരു ചെറിയൊരു മരം, അത് നമ്മൾ അങ്ങോട്ട് വലിച്ചു കെട്ടാണ്. നമ്മൾ മുറിക്കണില്ല കേട്ടോ, നമ്മൾ ഈ മരം മാക്സിമം നമ്മൾ വലിച്ചു കെട്ടാൻ ശ്രമിക്കുന്നത്. അതാ ഓക്കെ. അപ്പോൾ നമ്മൾ അടിയത്തെ വ്യൂ ഉണ്ടോ കേട്ടോ, ഇങ്ങനെയാണ് ഇപ്പോൾ ഏകദേശം ആയിക്കൊണ്ടിരുന്നത്. എന്താ അടിയിൽ ഒരുത്തുണ്ട് അവിടെ കപ്പ് പിടിച്ചാനായിട്ട്. പിന്നെ അവിടെ ആ ടെൻ്റ് എടുക്കുന്നുണ്ട് നമ്മുടെ ചെക്കന്മാർ തന്നെ, ചെറിയ ചോറിൽ ടെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് അടിപൊളിയാക്കുന്നുണ്ട്. നെയ്റ്റോടെ കൂടാനുള്ള പരിപാടിയാണ് ചെറുതായിട്ട്. നമ്മളിതിൽ ആവശ്യമില്ലാത്ത മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ബാക്കി വരുന്ന ബാലൻസ് മരങ്ങൾ, അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഇപ്പോൾ മുറിച്ച് ഒഴിവാക്കണം. കുഴപ്പമൊന്നുമില്ല, നമ്മളൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യാന്നുള്ളൂ. നല്ല മരാട്ടോ, നല്ല ഉറപ്പുള്ള മരാണ്, അത്യാവശ്യം സ്ട്രോങ് ആണ്. ഇതൊക്കെ സ്പീഡ് പോലാണ്, സ്പീഡിൽ പോകാനാണ് സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ലെ ഉണ്ടാക്കുക ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോ താൽക്കാലികമായി കെട്ടിയതാണ്, കയറാൻ വേണ്ടി ജസ്റ്റ് കയറാൻ വേണ്ടി. അവസാനം നമ്മള് റോപ്പ് ഇട്ടാണ്ട് നമ്മളൊരു ഐറ്റംസ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, അത് നടക്കുകയാണെങ്കിൽ അത് ചെയ്യണം. അതാണ് അപ്പൊ ഞങ്ങള് ടൈം ഏറെക്കുറെ വൈകി, ഇരുട്ടായി തുടങ്ങി, ഏകദേശം ബാങ്ക് കൊടുക്കാനായി ഏകദേശം. അപ്പൊ ഇന്നത്തെ പണി ഇവിടെ ക്ലോസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ പറഞ്ഞാൽ ഇന്ന് ഏകദേശം മരം കയറ്റി, പിന്നെ ബാക്കിയുള്ള എല്ലാ പണികളും കഴിച്ചവിടെ. പിന്നെ ഇനി പറഞ്ഞാൽ ഇനി നാളെയാണ് പരിപാടിയൊക്കെ നടക്കാൻ പോകുന്നത്. അതിൽ കുറച്ച് ചങ്ങന്മാർ അവിടെ ഒരു ടെൻ്റൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല വൈബായിട്ട് രക്ഷയില്ല, ഒരു നാച്ചുറൽ ബ്യൂട്ടിയിൽ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഏകദേശം ഇന്ന് ഇവിടെ കൂടാനുള്ളൊരു പരിപാടി ഉണ്ട്, ആയിക്കോട്ടെ സാഹചര്യമൊക്കെ നോക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി ഇനി നാളെ കാണാം.